ഐഡിയാസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ റെസിപ്പി വീഡിയോ ഒന്നല്ല ചെയ്ത് കാണിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ തമ്പനിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ മനസ്സിലാവില്ല. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പോകുന്നത് 2 ഹോം റെമഡീസ് ആണ് കേട്ടോ. 2 ടിപ്പുകളാണ് ചെയ്യണത്. നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ പരിസരത്തൊക്കെ പാമ്പൊന്നും വരാതിരിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ പാമ്പുകളുടെയൊക്കെ ശല്യം ഒരുപാടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ പാൽക്കായാണ്. ഞാനിവിടെ പാൽക്കായം എടുത്തിട്ടുണ്ട് കേട്ടോ. 25 ഗ്രാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആവശ്യമില്ല. 1 ലിറ്റർ വെള്ളത്തിലാണ് ഈ ഒരു പാൽക്കായ ഞാനിവിടെ കലക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 2 കഷ്ണം മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിന് ഈ 2 കഷ്ണം തന്നെ അത്യാവശ്യം നല്ല മണക്കം ഉണ്ടാവും കേട്ടോ ചേർത്തിട്ടുണ്ടെങ്കിൽ. ഒരു പാത്രം അടുപ്പത്തേക്ക് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാൽക്കായ ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 കഷ്ണം മാത്രം എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ ഒരു വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അലിഞ്ഞിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയും പോകുന്ന 2 കഷ്ണമാണ് പാൽക്കായം എടുത്തിട്ടുള്ളത്. പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. ഈ ഒരു വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു പാൽക്കായ നന്നായിട്ടൊക്കെ ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ അലിഞ്ഞ് കിട്ടണം. വെള്ളം ചൂടായോണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ അലിഞ്ഞ് വരാനൊക്കെ ആയിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. പണ്ട് കാലങ്ങളിൽ പാമ്പ് വരാതൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ ഒരു പാൽക്കായം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം തളിച്ച് കൊടുക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ പാൽക്കായം കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ആ ഒരു പാൽക്കായം കുതിർന്നതിന് ശേഷം വെള്ളം തളിച്ച് കൊടുക്കുമായിരുന്നു അത്ര. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് കാരണം പാമ്പൊന്നും വരില്ല എന്നൊക്കെയാണ് കേട്ടോ പറയാം. പിന്നെ ഇപ്പോഴൊക്കെ പറയുന്നുണ്ട് പാമ്പിനെ മണപ്പിക്കാനുള്ള കഴിവില്ല, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യണത് വെറുതെ ആണെന്നൊക്കെയാണ് കേട്ടോ. പക്ഷേ പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പാൽക്കായൊക്കെ വെള്ളത്തിൽ നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് കുപ്പിയിലാക്കിയതിന് ശേഷം ആ ഒരു കുപ്പിയുടെ മൂടി ചെറുതായിട്ടൊന്നിങ്ങനെ ഓട്ടാക്കുക കേട്ടോ. 2-3 ഓട്ട ആക്കിയതിന് ശേഷം പിന്നെ നമുക്കിത് സ്പ്രേ ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ നിറച്ചിട്ട് സ്പ്രേ ചെയ്താലും മതി. ചെരുപ്പൊക്കെ വെക്കണ സ്ഥലം, അതുപോലെ തന്നെ ചെടികളൊക്കെ വെക്കില്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ ഇത് തളിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ വേസ്റ്റൊക്കെ കൊണ്ടിടുന്ന സ്ഥലം അവിടെയൊക്കെ ഇത് തളിച്ച് കൊടുക്കണതൊക്കെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഇത് മാത്രം ചെയ്താൽ പോരാ, നമ്മളെ വീടും പരിസരമൊക്കെ എപ്പോഴും ക്ലീനാക്കി വെക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഇങ്ങനെ കൂട്ടി വെക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അതിലൊക്കെ പാമ്പൊക്കെ വന്നിരിക്കണത്. പിന്നെ ജനലും വാതിലുകളൊന്നും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തുറന്നിടൊന്നും ചെയ്യരുത് കേട്ടോ. കുറച്ച് നേരമൊക്കെ തുറന്നിട്ടിട്ട് പിന്നെ അടച്ചു വെക്കണതായിരിക്കും നല്ലത്. നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയുടെ ചെറിയൊരു ജാറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴുകി എടുക്കുകയോ തൊലി കളയോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. ഇങ്ങനെ തന്നെ എടുക്കാവുന്നതാണ്. അതിനുശേഷം പിന്നെ ഇതിലേക്കൊരു 4 കഷ്ണം പട്ട കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സി ജാറിൽ പൊടിച്ചെടുക്കണക്കായും പകരമായിട്ട് ഇടികല്ലുണ്ടെങ്കിൽ അതിൽ പൊടിച്ചെടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു മിക്സി ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വീണ്ടും 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഇതൊന്ന് അരിച്ചിട്ട് ഒരു ബോട്ടിൽ നിറയ്ക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് തളിച്ച് കൊടുക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഒരു വെള്ളത്തിന് നല്ലൊരു കുത്തണൊരു സ്മെല്ലാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇത് ഇഴജന്തുക്കൾ വരാതൊക്കെ ഇരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ 2 ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കും കൂടെ വേണേ. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.